പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിക്ഷേപം വരുമ്പോഴുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വികസന ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള പുനരധിവാസ പാക്കേജിന്റെ കരട് ഉടൻ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരുമായി സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ വിവരിക്കുന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സെപ്റ്റംബർ 12 മുതൽ 14 വരെ കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമമായ എമർജിംഗ് കേരളയ്ക്ക് മുൻപായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലുള്ള വിവിധ പദ്ധതികൾക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ സർക്കാർ ലക്ഷ്യമിടുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. IT, വിമാനത്താവള വികസനം എന്നിവയ്ക്ക് പുറമെ കാർഷിക മേഖലയിലും വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതായി ധനമന്ത്രി KM മാണി പറഞ്ഞു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പാക്കാൻ സമവായം കൊണ്ടുവരുമെന്നും ഇതിനായി രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. We will convene the leaders of all political parties and we discuss with them. If they have any suggestions, we are ready to accept. സംസ്ഥാനത്തെ മാറുന്ന സാഹചര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും മനസ്സിലാക്കുന്നുണ്ടെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഭൂമി ഏറ്റെടുക്കലാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. എന്നാൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വിട്ടു നൽകുന്നവർക്ക് വിപണി വില അനുസരിച്ചുള്ള പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിലുള്ള പുനരധിവാസ പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.